Hello, good morning. Morning. Sound undo? നിങ്ങൾ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കണല്ലോ. ഇങ്ങോട്ട് പറഞ്ഞേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. നേരത്തെ പറഞ്ഞപ്പോ സൗണ്ട് കേട്ടില്ല, ഞാൻ കേട്ടില്ല. നിങ്ങൾ പറയുമ്പോ തിരിച്ച്. ഓക്കെ, യെസ്. സോ ലെറ്റ് സ്റ്റാർട്ട്. Good morning. Welcome. Good morning. Good morning ma'am. Yes. Okay, let's start. അപ്പൊ നമ്മള് മെഡിക്കൽ റെക്കോർഡാണ് എടുത്തോണ്ടിരുന്നേ അല്ലേ? മെഡിക്കൽ റെക്കോർഡ് അല്ലേ? അല്ലേന്നൊന്ന് പറഞ്ഞേക്കണോട്ട് അല്ലേ? മെഡിക്കൽ റെക്കോർഡ് അല്ലേ? യെസ്. ഓക്കെ, പല ക്ലാസ്സിലും പല ടോപ്പിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ടേ ചിലപ്പോ എല്ലാവർക്കും വെളിവൊക്കെ നഷ്ടപ്പെടുന്ന ചില സമയമുണ്ടല്ലോ, അതുകൊണ്ടാ. Yes, we have already we were discussing about medical record policies. നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അവസാനമായി പറഞ്ഞുകൊണ്ടിരുന്നത് മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില രീതികൾ, ചില എന്താ പറയാ പോളിസീസ്, നയങ്ങൾ. അതായത് ഹൗ ടു മെയിൻറ്റെയിൻ മെഡിക്കൽ റെക്കോർഡ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ മെഡിക്കൽ റെക്കോർഡുകൾ ആകുന്നു, അതൊക്കെ എന്താ പറയാ ഉണ്ടാക്കി രൂപീകരിച്ച് ഡിസൈൻ ചെയ്ത് ഫ്രെയിം ചെയ്ത് വെക്കുന്നതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ പോളിസീസ് ആണ്. First, we have already understood how the registration system is working. അല്ലെ, എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിലെ രജിസ്ട്രേഷൻ സിസ്റ്റം. അതായത് നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഒരു നമ്പർ ഒരാൾക്ക് എന്നുള്ള രീതിയിൽ അവിടെ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അത് 24 hours വർക്കിംഗ് ആയിട്ടുള്ള സർവീസ് ആണ് നമുക്ക് രജിസ്ട്രേഷൻ പോയിന്റിൽ ആ ഒരു സിസ്റ്റത്തിൽ കിട്ടുക. 1 unit of 1 പെർമനന്റ് റെക്കോർഡ്, ഒരു പെർമനന്റ് ആയിട്ടുള്ള റെക്കോർഡ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു യൂണിറ്റ്, ഒരാൾക്ക് ഒരു യൂണിറ്റ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു നമ്പർ, ഒരു യൂണിറ്റ്, ഒരു പെർമനന്റ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് വി ക്യാൻ യൂസ് ദാറ്റ് പെർമനന്റ് നമ്പർ ഫോർ ദ ഫുൾ എപ്പിസോഡ് ഓഫ് അവർ കെയർ. നമ്മുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിലേക്ക്, ആ ഹോസ്പിറ്റലിൽ തന്നെ വേറെ ഹോസ്പിറ്റലിൽ എനിക്ക് അവിടെ ഞാൻ വേറെ പോയിട്ട് അവിടെ നിന്ന് ചീട്ടുന്നത് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുതിയതായിട്ട് വരുന്ന ഒരു പേഷ്യന്റിന് കൊടുക്കുന്നത് ഒരു പെർമനന്റ് നമ്പറാണ്. അത് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ആ ഹോസ്പിറ്റലിലുള്ള എപ്പോഴൊക്കെ നമുക്ക് വേണ്ടി വരുന്നോ ആ സേവനം അപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം ആ ഒരു നമ്പർ. ഓക്കെ, ഇനി അപ്പൊ അത് 24 hours അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും, ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ കൗണ്ടർ ഓർ സിസ്റ്റം വിൽ ബി വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ ഫോർ 24 hours വിച്ച് ഈസ് ഇൻ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ തന്നെ വേറൊരു രജിസ്ട്രേഷൻ സിസ്റ്റം കൂടി ഉണ്ട് ഹോസ്പിറ്റൽസ്, അത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്, അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നും അങ്ങനെ നമ്മൾ പറയും പേര് അല്ലെ. പിന്നെ നമ്പറിംഗ് സിസ്റ്റം, യൂഷ്വലി ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് എ 6-digit number ഫോർ ദ ഔട്ട് പേഷ്യൻസ് ആൻഡ് ഓൾസോ ദ ഇൻ പേഷ്യൻസ്. ഒരു 6 സംഖ്യ പോലെയുള്ള ഒരു നമ്പർ ആയിരിക്കും സാധാരണ ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനുമായിട്ട് കൊടുക്കുക. അതാണ് നമ്പറിംഗ് സിസ്റ്റം ഹോസ്പിറ്റൽസിലെ. അത് ഒരു ഫസ്റ്റ് ടൈമില് ഒരു പ്രാവശ്യം ആദ്യമായിട്ട് വരുമ്പോൾ മാത്രമാണ് ആ ഒരു 6-digit നമ്പർ കൊടുക്കുന്നത്. ആൻഡ് ഇപ്പൊ ഒരു 2-3 മാസം കഴിഞ്ഞു വീണ്ടും നമ്മൾ വരുമ്പോ വേറൊരു ചീട്ട് കൊടുക്കുന്നില്ല, ഇതേ ചീട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിഫിക്കേഷൻ കോഡ് നമ്മളെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലപ്പോ ചീട്ട് എടുക്കാൻ മറന്നുപോയി, അപ്പൊ നമ്മളോട് ചോദിക്കും വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ. ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ആ ഐഡന്റിഫിക്കേഷൻ, നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പറിന്റെ പാസ്വേഡ് ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ വരും നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മൾ എപ്പോഴാണ് പ്രീവിയസ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത്, അന്നേരം നമ്മൾ ആരെയും കൺസൾട്ട് ചെയ്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് നടത്തി, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമുക്ക് രോഗമായിട്ടുണ്ടായിരുന്നത്, അതൊക്കെ അവിടെ ഡീറ്റെയിൽസ് വരും.
അപ്പൊ നമ്മുടെ ഫുൾ ഇൻഫോർമേഷൻ അവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? പിന്നെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഐഡന്റിഫിക്കേഷൻ ഇൻഫോർമേഷനും അടങ്ങുന്ന ഒരു കാര്യം അതാണ്. അതായത് ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻസും അടങ്ങിയിരിക്കുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫയല് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡോക്യുമെന്റ് വിച്ച് ഈസ് റിട്ടൺ ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. അത് നമ്മളുടെ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ ഒരു മാനുവൽ ആയിട്ട് നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയതും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയും ഇതിങ്ങനെ സേവ് ചെയ്ത് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അറ്റ് എനി ടൈം നമുക്ക് ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ അതിന് സേവ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? നമ്മൾ പറഞ്ഞതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ? എവിടെ വരെ പറഞ്ഞു എന്നറിയോ? അടുത്തതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, പേഷ്യന്റ് ഐ ഡി ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. പേഷ്യന്റിന്റെ ഐ ഡി അനുസരിച്ചിട്ട് ഓരോ ആളുകൾക്കും ഒരു രജിസ്ട്രേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഔട്ട് പേഷ്യന്റിനും ഇൻ പേഷ്യന്റിനും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ ഇതിന്റെ ചീത്തത് പറയും. അത്രേ ഉള്ളൂ. പിന്നെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എല്ലാ ഹോസ്പിറ്റൽസിലും, അതായത് ഇപ്പൊ ചിലപ്പോ റെഫറൻസുമായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും എന്തായാലും ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഏതെങ്കിലും റെഫറൽ ഓഫ് എ പേഷ്യന്റ് വരെ എടുക്കും അല്ലെ? അപ്പൊ ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് റെഫറൽ ഓഫ് എ പേഷ്യന്റ്. പിന്നെ ഹെൽത്ത് കെയറിലൊക്കെ റെഫറൻസുമായിട്ട് വരുമ്പോ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നോ മറ്റു ക്ലിനിക്കിൽ നിന്നോ ഒക്കെ ഏതെങ്കിലും പേഷ്യൻസ് അവിടെ ഡോക്ടർമാരെ കണ്ടിട്ട് അവര് റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോ ഹോസ്പിറ്റൽസിൽ അവർ വരുമ്പോ ആ റെഫർ ചെയ്ത് വിടുന്നത് എവിടെന്നാണോ അവരുടെ ഒരു റെഫറൽ ലെറ്റേഴ്സ് കൊണ്ടുവരും അല്ലെ? അങ്ങനെ റെഫറൽ ലെറ്റേഴ്സ് കൊണ്ടുവരുമ്പോ റെഫറൽ ലെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പോയിന്റുകൾ നമുക്ക് അവിടെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. റെഫറൽ ആയിട്ട് വരുന്ന പേഷ്യൻസ് വിൽ ഹാവ് എന്താണ് 3 കോപ്പീസ്, 3 കോപ്പീസ് ഉണ്ടായിരിക്കും അവരുടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പി അവർ അവിടെ തന്നെ വെക്കും, ഹെൽത്ത് സെന്റേഴ്സുകാർ തന്നെ വെക്കും. ഹെൽത്ത് സെന്ററിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഹെൽത്ത് സെന്ററിൽ പോയി രോഗത്തിന് വേണ്ടിയിട്ട്, അപ്പോ നമ്മുടെ അടുത്തുള്ളത് ഫെസിലിറ്റി നമുക്ക് ഹെൽത്ത് സെന്റർ ആയിരുന്നു. സോ ഐ വെന്റ് ടു ദ പർട്ടിക്കുലർ ഹെൽത്ത് സെന്റർ. നമ്മളെ നോക്കി ചിലപ്പോ അവർക്ക് ചില കാര്യങ്ങൾക്ക് എന്താ പറയാ വിശദമായ ഇൻവെസ്റ്റിഗേഷൻ എക്സാമിനേഷൻ പരിശോധനയൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ആൻഡ് വി നോ ദാറ്റ് അത്തരം ഫെസിലിറ്റീസ് ചിലപ്പോൾ ഹെൽത്ത് സെന്റേഴ്സിൽ എല്ലാം അവൈലബിൾ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മളോട് റെഫർ ചെയ്യും, ഇന്ന ഹോസ്പിറ്റലിലേക്ക് ഇന്ന ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ലെറ്റർ തന്നിട്ടുണ്ട്. അതിൽ ഒരു കോപ്പി അവിടെ തന്നെ വയ്ക്കും, ബാക്കി 2 ഹോസ്പിറ്റൽസിലേക്ക് പേഷ്യന്റിന്റെ ഒപ്പം കൊടുത്തുവില്ല അല്ലെ? ഇതിനുശേഷം എന്ത് ചെയ്യും? ഹോസ്പിറ്റൽസുകാർ ഈ ഒരു എന്താണോ മറ്റേ ഹെൽത്ത് സെന്ററിൽ അല്ലെങ്കിൽ ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം അതിന്റെ എന്താ പറയാ ബാക്കി കൂടി എന്ന് വെച്ചാൽ അവര് ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് വെച്ച് രോഗിയെ വിശദമായ പരിശോധനകൾ നടത്തി ഡെവലപ്പ് ചെയ്ത് മറ്റ് ഇൻഫോർമേഷൻസ് കൂടി ഡെവലപ്പ് ചെയ്തെടുക്കും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? ഈ രോഗമൊക്കെ കണ്ടുപിടിച്ച് രോഗത്തിന് ചികിത്സ കൊടുത്തതിന് ശേഷം ഒരു ഫീഡ്ബാക്ക്, കാരണം ഒരു മര്യാദയില്ലേ അല്ലെ? റെഫർ ചെയ്ത് വന്നതല്ലേ ഇന്ന സ്ഥലത്ത് നിന്ന്, അവര് കുറച്ചെങ്കിലും ചില കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അവർ വെറുതിരിക്കുന്നവരല്ല, അവരും വളരെ എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് ഹെൽത്തിലും ക്ലിനിക്സിലും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അവര് കൊടുത്തുവിട്ടിരിക്കുന്ന പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് എന്തായിരുന്നു ആളുടെ രോഗം, അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ പറയാ ആ ഒരു കോപ്പിയിൽ കൃത്യമായിട്ട് അതിന്റെ ഫീഡ്ബാക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് പേഷ്യന്റിന്റെ ഒപ്പം എന്ത് ചെയ്യും? ആ പറഞ്ഞു കൊടുത്ത് എവിടെ നിന്നാണോ റെഫർ ചെയ്തതെന്ന് അങ്ങോട്ടേക്ക് തിരിച്ചയക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ അല്ലെ? അവിടെ വരെയല്ലേ പറഞ്ഞത് ആ 3 കോപ്പീസിന്റെ കാര്യം? യെസ്. സോ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് ആണ്. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് അതായത് ഇപ്പോ നമ്മൾ എന്താ പറയാ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഒപിയിൽ വരുന്ന ഡോക്ടേഴ്സിനെയൊക്കെ കാണാൻ വരുന്ന ആൾക്കാര്. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഏതൊക്കെ ക്ലിനിക്കിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഏതൊക്കെ ചീഫ് ഡോക്ടേഴ്സ് ആണ് ഒരു ഹോസ്പിറ്റലിൽ എന്താ പറയാ ജോലി ചെയ്യുന്നത്, അപ്പൊ ചിലപ്പോ നമുക്ക് കാണാൻ വേണ്ടിയിട്ടേ ആ ഒരു പെർട്ടിക്കുലർ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയണം, ഇന്ന ആള് അവൈലബിൾ ആണോ അല്ലയോ, ഇന്ന ദിവസം അല്ലെങ്കിൽ ഏത് ദിവസമാണ് അവർ അവൈലബിൾ ആകുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസിൽ ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലും അവിടെ പ്രവർത്തിക്കുന്ന ഓരോ ഡോക്ടേഴ്സിന്റെ ഒക്കെ പേര് മാത്രമല്ല ചീഫ് കൺസൾട്ടന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചാൽ നന്നായിരിക്കും. മനസ്സിലായത്? ചില ഹോസ്പിറ്റൽസിൽ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇന്ന ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് കൺസൾട്ടന്റ് ഇയാളാണ്, ഇന്ന ഡോക്ടർ മിസ്റ്റർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന്റെ താഴെ ചിലപ്പോൾ വേണമെങ്കിൽ അതിന്റെ താഴെ വേറെയും
ഡോക്ടേഴ്സിന്റെ പേരുണ്ടായിരിക്കും. അപ്പൊ ചീഫ് ആയിട്ടുള്ള കൺസൾട്ടന്റിന്റെ ആബ്സെൻസിൽ അദ്ദേഹം ഇല്ലായെങ്കിൽ മറ്റാരാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അന്നേരം കൈകാര്യം ചെയ്യാം. അപ്പൊ അവരുടെ പേര് അപ്പൊ കൃത്യമായിട്ട് അത് എഴുതി വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ചില പേഷ്യൻസിന് പ്രിഫർ സം ഡോക്ടേഴ്സ്, ചില ഡോക്ടർമാരെ കാണുമെന്ന് നമുക്ക് ചിലപ്പോൾ പ്രിഫർ ചെയ്യും. നമ്മൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും, ഇന്ന ഡോക്ടർ ഉണ്ടെങ്കിൽ കണ്ടാൽ നന്നായിരുന്നു അല്ലെ. അങ്ങനെ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ട് ഈ ഒരു ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് അറ്റ് ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസിൽ ഇത്തരം ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്, ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ പേരുകളൊക്കെ വേണമെങ്കിൽ റെഫർ ചെയ്താൽ നല്ലതായിരിക്കും. മനസ്സിലായോ? റിവീൽ ചെയ്ത ക്ലിയർ ആണോ? മനസ്സിലായോ? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് ഇതൊക്കെ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ റെക്കോർഡ്സിൽ വരേണ്ടതാണ്. ഈ റെക്കോർഡ്സിലുള്ള ആളുകളുടെ പേരുകളാണ് അവിടെ പുറത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കാമോ ആ ഒരു പോയിന്റ് വേഗം? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് വേഗം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ, പൊക്കോട്ടെ മുമ്പിലേക്ക്. യെസ്, അടുത്തത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ്. ഇനി നമ്മളുടെ A&E ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ A&E പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അവിടെ വരുന്ന ചില മെഡിക്കൽ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. See, when a patient is brought into the hospital in an emergency situation like heart attacks അല്ലെങ്കിൽ poisonous situations അല്ലെങ്കിൽ ആക്സിഡൻസ്, ഇത്തരം കേസുകളൊക്കെ ആദ്യം വരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അല്ലെങ്കിൽ അതിന് മറ്റു പേരുകളാണ് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, A&E ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ അതിന് പേരുണ്ടെന്ന് നമ്മൾ ഇതൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് മൊഡ്യൂളിൽ ഇല്ലേ? ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇവിടെ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിനും ഇതുപോലെയുള്ള മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. അവിടെ 3 കോപ്പീസ് ആണ് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യാൻ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് 3 കോപ്പീസ് അവരെ കൊണ്ടുവരുമ്പോൾ അവരാരാണ്, എങ്ങനെ കൊണ്ടുവന്നു, എന്താ അവസ്ഥയിലാണ് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ്, പേരും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്തിട്ട് അവിടെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ ആദ്യം തുടങ്ങുന്നത്. അവരുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ നിന്ന് ആദ്യം തുടങ്ങുന്നത്. Because there is no time to waste in front of the OP counter. ഔട്ട് പേഷ്യൻസ് വരുന്ന സ്ഥലത്ത് വന്ന് ഈ പേഷ്യന്റിനെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ പോയി ചീട്ടെടുക്കലും നിലനിൽക്കലും ഒക്കെ ചിലപ്പോ ഇമ്പോസിബിൾ ആണ്. കാരണം കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റ് ചിലപ്പോ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്നവരെയാണല്ലോ ഇതുപോലെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ആദ്യം തന്നെ, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് there is no time to waste, സമയമില്ല കളയാനായിട്ട്. അതുകൊണ്ട് നേരെ കൊണ്ടുവരുമ്പോ അവിടെയാണ് അവരുടെ രജിസ്ട്രേഷൻ വരിക. അവരുടെ ഇത്തരം ആക്സിഡന്റ് കേസുകളോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റേതായ ലക്ഷണങ്ങളുമായിട്ട് കൊണ്ടുവരുന്നവരോ, അപ്പൊ അവർക്ക് അവിടെ ആദ്യം ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ഇതാരാണ്, ഏത് പേഷ്യന്റ് ആണ് അത് അറിയാമെങ്കിൽ വരുന്നവരുടെ കൂടെ കൊണ്ടുവരുന്നവരെ ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ ഡീറ്റെയിൽസ് അവിടെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ അന്നേരം ഒരു 3 ഫോംസ് ആണ് അവിടെ 3 കോപ്പീസ് ആണ് അത്തരം ഫോംസിന്റെ അവിടെ കീപ്പ് ചെയ്യാം. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അതിൽ ഒരു കോപ്പി അവിടെ തന്നെ വെക്കും, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വെക്കും. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് പ്രസന്റഡ് ബൈ ദ പേഷ്യന്റ് ഇൻ ദ ഫാർമസി. അതിൽ ഒരു കോപ്പി എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ഫാർമസിയിൽ. കാരണം കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്നവർക്ക് ഏറ്റവും അത്യാവശ്യം ആദ്യം കൊടുക്കേണ്ടത് ഈ പറയുന്ന കാഷ്വാലിറ്റിയിൽ ഒരു അഡ്മിഷനും രജിസ്ട്രേഷനും, അതിനുശേഷം അവർക്ക് പെട്ടെന്ന് തന്നെ ചില മരുന്നുകളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഫാർമാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിരിക്കും പെട്ടെന്ന് വേണ്ടി വരാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഫാർമസിയിലേക്കായിരിക്കും അടുത്തൊരു കോപ്പി സെൻഡ് ചെയ്യുന്നത്. അത് അടുത്ത മെഡിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത 3rd കോപ്പി വിൽ ബി കെപ്റ്റ് ബൈ ദ പേഷ്യന്റ്. അതിൽ 3ാമത്തെ കോപ്പി ആര് തന്നെ വെക്കും? പേഷ്യന്റ് തന്നെ വെക്കും. മനസ്സിലായോ? അപ്പൊ ആദ്യം തന്നെ ആ 3 കോപ്പി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കോപ്പി കാഷ്വാലിറ്റിയിൽ തന്നെ വെക്കുന്നു, ഒരു കോപ്പി ഫാർമസിയിലേക്ക് നമ്മുടെ മരുന്നുകൾ മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തു വിടുന്നു, ഒരെണ്ണം പേഷ്യന്റിന്റെ അടുത്ത് തന്നെ വെക്കും. ആൻഡ് ഇതിനകത്ത് ഈ നമ്മളുടെ ഫാർമസിയിൽ കൊടുത്തതും അതുപോലെ പേഷ്യന്റിന്റെ കയ്യിലുള്ളതും ദാറ്റ് ഈസ് ദ 2nd and 3rd copies. ഈ 2 കോപ്പീസും ഇറ്റ് ബിക്കംസ് ദ പാർട്ട് ഓഫ് പേഷ്യന്റ് ഫയൽ. ഇതിനെ പിന്നീട് എന്ത് ചെയ്യും? പേഷ്യന്റിന്റെ ഫയലിനോടൊപ്പം ചേർത്ത് വെക്കണം. കാരണം ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് മരുന്നുകൾ കൊടുത്തു, അല്ലെ, അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഹോസ്പിറ്റലിന്റെ മെയിൻ പേഷ്യന്റ് ഫയലായിട്ട്
എന്ത് ചെയ്യും, അവിടെ കീപ്പ് ചെയ്യണം when the patient is admitted or not. അതായത് പേഷ്യന്റ് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ല, കുറച്ചു നേരമൊക്കെ ആളുകൾ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ചിലപ്പോൾ വിടും. എങ്ങനെയായിരുന്നാലും അത് രണ്ടും പേഷ്യന്റിന്റെ മെയിൻ ഫയലിന്റെ ഭാഗമാകാനുള്ളതാണ്. ഏത് രണ്ടുമാണ്? സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പീസ്. ഫസ്റ്റ് കോപ്പി ഈസ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഒന്നാമത്തെ കോപ്പി എവിടെ ഇരിപ്പുണ്ട്? എവിടെ ഇരിക്കുന്നത്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ. മനസ്സിലായോ? 1-2 പോയിന്റ് സിമ്പിളാണ്. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ ക്ലിയർ ആകുന്നത് തന്നെയാണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലെ? അതൊരു വേണമെങ്കിൽ പറയണേ, അല്ലെങ്കിൽ നമ്മള് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന വിചാരിച്ചാൽ അങ്ങനെ വേഗം വേഗം പറഞ്ഞു പോകും. ഇനി അതില് ഫസ്റ്റ് കോപ്പി എവിടെ വെക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. റീറ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ അവിടെ തന്നെ നിലനിർത്താന്ന് അവിടെ വെക്കും. അപ്പൊ അത് എടുത്ത് പറഞ്ഞിരിക്കുന്നു മാത്രം. സെക്കൻഡും തേർഡും കോപ്പീസ് അത് പേഷ്യന്റിന്റെ ഫയലിന്റെ മെയിൻ ഭാഗമായിട്ട് വരുന്നു. പേഷ്യന്റിന്റെ ഫയലിനോടൊപ്പം അത് രണ്ട് ചേർത്ത് വെക്കും. അതിൽ ഫസ്റ്റ് കോപ്പി കാഷ്വാലിറ്റിയിൽ റിട്ടേൺ ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമുക്കറിയാം, ആസ് ദ പേഷ്യന്റ് ഹാവ് ഓൺലി 1 യൂണിറ്റ് ഓഫ് റെക്കോർഡ്. എല്ലാ പേഷ്യൻസിനും എവിടെയൊക്കെ ഈ ഞാൻ നേരത്തെ ഇന്നലെയും പറഞ്ഞു, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാ. അതായത് ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ രജിസ്ട്രേഷൻ പോയിന്റിൽ പോകുന്നു, ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോകുന്നു, മരുന്ന് വാങ്ങിക്കാൻ ഫാർമസി പോകുന്നു, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ലാബിൽ പോകുന്നു. സോ ഇവിടെയൊക്കെ നമ്മളുടെ റെക്കോർഡ്സ് കാണും അല്ലെ, നമ്മളെ കുറിച്ചുള്ള ചില ഇൻഫോർമേഷൻസ്. ലാബിലാണെങ്കിൽ നമ്മുടെ ഇന്ന സാധനം ടെസ്റ്റ് ചെയ്തു, അതിന്റെ ഒരു റിസൾട്ട്. അപ്പൊ അതിന്റെ ഒരു കോപ്പി അവിടെ ഉണ്ടായിരിക്കും അല്ലെ, ആ റിസൾട്ടിന്റെ ഒരു കോപ്പി അവിടെ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ റെക്കോർഡ്സുകൾ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്നിച്ചിതിരിയൊക്കെ കിടക്കുകയായിരിക്കും. പക്ഷെ നമ്മളുടെ ഹോസ്പിറ്റൽസിന്റെ ഒരു രീതി അനുസരിച്ച് എവറി പേഷ്യന്റ് ഹാവ് എ യൂണിറ്റ് ഓഫ് റെക്കോർഡ്. ഒരു യൂണിറ്റ് ഓഫ് റെക്കോർഡാണ് ഹോസ്പിറ്റലിലുള്ളത്. കാഷ്വാലിറ്റി ഓഫീസർക്ക് ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ഉള്ള എന്താ പറയാ ചിന്നിച്ചിതിരി കിടക്കുന്ന റെക്കോർഡ്സ് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ആളത് എന്ത് ചെയ്യണം, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അതൊക്കെ നോക്കി ഇൻസ്പെക്ട് ചെയ്യണം. നമ്മളുടെ കയ്യിരിക്കുന്ന കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള റെക്കോർഡും ഇതൊക്കെ ആയിട്ടൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് അതൊക്കെ നോക്കണം. ചെക്ക് ചെയ്യേണ്ട ഓഫീസേഴ്സ് കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്ത് അത് ചെക്ക് ചെയ്യിപ്പിക്കണം. മെഡിക്കൽ റെക്കോർഡുകൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹോസ്പിറ്റൽസിൽ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ എല്ലാ പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഇതൊക്കെ പിന്നീട് ചോദ്യവും ഉത്തരവും പറയേണ്ടി വരും. മെഡിക്കൽ റെക്കോർഡുകൾ എവിടെ കാഷ്വാലിറ്റി കൊണ്ടുവന്ന പേഷ്യൻസിന് ഇന്നത് സംഭവിച്ചു, എന്താണ് സംഭവിച്ചത്, ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലെ, അല്ലെങ്കിൽ അത്രയും ഇതായിരുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ. അപ്പൊ മെഡിക്കൽ റെക്കോർഡൊക്കെ കുത്തി എടുക്കേണ്ടി വരും. അതുകൊണ്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന എല്ലാ റെക്കോർഡ്സും കൃത്യമായിട്ട് കാഷ്വാലിറ്റിയിലുള്ളതും അവിടെയുള്ളത് ഇവിടെയുള്ളതൊക്കെ അത് ഇൻസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പരിശോധിച്ച് കൃത്യമായിട്ട് അതിനെ വിലയിരുത്തണം, അസസ് ചെയ്യണം. ആൻഡ് മാത്രമല്ല ഓൾ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻസ് റിപ്പോർട്ട്, അതായത് എന്തെങ്കിലുമൊക്കെ ലാബോ റേഡിയോളജിയോ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചുള്ള ടെസ്റ്റോ whatever it may be, it also should be affixed with that casualty form. കാഷ്വാലിറ്റിയിലുള്ള ഫോമിന്റെ ഒപ്പം ഈ എന്തൊക്കെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടോ, കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന്റെ എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയതോ അങ്ങനെയുള്ള മറ്റു പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഫോമും ഈ പറയുന്ന കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന ഫോമിന്റെ ഒപ്പം അഫിക്സ് ചെയ്യണം, ചേർത്ത് വെക്കണം. മനസ്സിലായോ? പിന്നീട് അതൊക്കെ അന്വേഷിക്കേണ്ടി വരികയാണെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇതൊക്കെ കൊണ്ടുപോയി വെക്കാനുള്ളത് അവസാനം. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടാവണം. ആൻഡ് ഓൾസോ all these reports becomes the part of patient file. ഇതെല്ലാം പേഷ്യന്റിന്റെ ഫയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി തീരുന്നു. ആൻഡ് അത് റെഫർ ചെയ്ത് വന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻ പേഷ്യൻസ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ഏത് രീതിയിലുള്ള പേഷ്യൻസ് ആണെങ്കിലും എല്ലാ റെക്കോർഡ്സും അവസാനം അത് എവിടെ എത്തുമെന്നിട്ട് കറങ്ങി തിരിഞ്ഞ് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫയലിലേക്ക് അവിടെ എത്തും. അപ്പൊ എന്നെ കുറിച്ച് ഒരു എന്താ പറയാ ഇൻഫർമേഷൻസ് പല പല സ്ഥലത്തും ഒരു ഹോസ്പിറ്റലിന്റെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അവസാനം ആ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ തീരുമ്പോ എന്ത് ചെയ്യണം, അതെല്ലാം കൂടി ചേർത്ത് ഒറ്റ റെക്കോർഡാക്കി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ വെക്കണം. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. അതിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് എന്ന് പറയാം. Of the 3 accident and emergency forms, the first copy is kept in the casualty department. The second is presented by the patient in the pharmacy to get medications, and the third copy is kept by the patient. Our sentence underline ചെയ്യണം ട്ടാ. ആ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ.
അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എവിടെയൊക്കെയാണ് അത് ഇരിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞേക്കണേ. ഓക്കെ, ആയിക്കോട്ടെ. അടുത്തതിലേക്ക്. യെസ്, അടുത്തത് അഡ്മിഷൻ ഓഫീസർ. When a patient is admitted in the hospital, അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് ചെല്ലുന്നു, അപ്പൊ നമ്മളുടെ അസുഖത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയോ, ചിലപ്പോൾ ചില അസുഖങ്ങൾ എന്താണെന്ന് ഡോക്ടേഴ്സിന് ഒറ്റ പരിശോധനയിലൊന്നും കണ്ടെത്താൻ പറ്റാത്ത ചില രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് പേഷ്യൻസിനോട് എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും, യു ഹാവ് ടു ബി അഡ്മിറ്റഡ്. തീർച്ചയായിട്ടും 2 ദിവസം ഒന്ന് കിടക്ക്, പരിശോധിക്കണം, ചില ടെസ്റ്റുകൾ നടത്തണം, എന്നാലും നമുക്ക് കാര്യമായിട്ട് എന്താ ട്രീറ്റ്മെന്റ് തരട്ടെ, എന്ത് രോഗമാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അഡ്മിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൻഡ് അഡ്മിഷൻ ഓഫീസ് വിൽ ബി വർക്കിംഗ് 24 hours, അതായത് അറൌണ്ട് ദ ക്ലോക്ക് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും അറിയാം, ഒരു ഹോസ്പിറ്റലില് എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു അഡ്മിഷൻ ഓഫീസ് ഉണ്ടെന്ന് നമ്മളിതൊന്നും കണ്ടിട്ടൊന്നുമില്ല അല്ലെ. പേഷ്യന്റിനെ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നമ്മളോട് അഡ്മിഷൻ ആണെന്ന് പറയുന്നു, അപ്പൊ നമ്മൾ കുറച്ചേരൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കും. പക്ഷേ ആ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ഹാസ് ടു ബി ഡൺ ബൈ ദ അഡ്മിഷൻ ഓഫീസ്. അതാരാ ചെയ്യുക, അഡ്മിഷൻ ഓഫീസ് ആണ്. പേഷ്യന്റ് അഡ്മിഷൻ ഉണ്ട് കേട്ടോ എന്നുള്ള ഇൻഫർമേഷൻ വിൽ ബി പാസ്ഡ് ടു ദിസ് ഓഫീസ്. എവിടേക്ക് കൊടുക്കും, ഇൻഫർമേഷൻ കൊടുക്കും അഡ്മിഷൻ ഓഫീസിലേക്ക്. ഒരു പേഷ്യന്റ് അഡ്മിഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവരാണ് ബാക്കി കാര്യങ്ങൾ അതിൻ്റെതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിട്ട് നമ്മളോട് എന്താ പറയാ, വാർഡിലോ റൂമോ എവിടെയാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് പോയി കിടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനുള്ള അറേഞ്ച്മെന്റുകൾ ആരാ ചെയ്യുന്നത്, അഡ്മിഷൻ ഓഫീസ് വിച്ച് ഈസ് വർക്കിംഗ് 24 hours, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അറൌണ്ട് ദ ക്ലോക്ക്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരാണ് റെസ്പോൺസിബിൾ ആകുന്നത്. അഡ്മിഷൻ ഓഫീസുകാരാണ്, അതിനകത്തുള്ള സ്റ്റാഫുകളാണ്. സോ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദ ബെഡ്സ് ഓഫ് ദ അഡ്മിറ്റഡ് പേഷ്യൻസ്. അപ്പൊ ഈ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പേഷ്യൻസിന്റെ ബെഡ് തയ്യാറാക്കുക, പിന്നെ അവരുടെ ഈ പേഷ്യൻസിന്റെ ചില വാല്യൂബിൾസ് ഒക്കെ പെട്ടെന്നാക്കി കൊണ്ടുവന്നിട്ട് അഡ്മിഷൻ ആണല്ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവര് വീട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ വാല്യൂബിൾസ് ആയിട്ട് അല്ല സ്വർണ്ണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റിയും ഈ അഡ്മിഷൻ ഓഫീസിനാണ്. മനസ്സിലായി? ഇപ്പൊ ഹോസ്പിറ്റലാണ്, ഇപ്പൊ വാർഡിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് വിലപിടിപ്പുള്ളതൊക്കെ എന്തെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ അഡ്മിഷൻ ആകുന്നു എന്ന് വിചാരിച്ചിട്ടല്ല എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അത് വന്നു പെട്ടെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സേഫ് കീപ്പിങ്ങിന് പകലൊക്കെ പല ആളുകളും വരുന്നവരാ, രാത്രിയൊക്കെ വാർഡൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരും അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ചിലപ്പോൾ കൂടെ ഉണ്ടാകും. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും എങ്ങനെയുള്ളവരൊക്കെയാണെന്ന്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനൊരു അവസരവും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ഓഫീസുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് സേഫ് ആയിട്ട് എന്ത് ചെയ്യും, അത്തരം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വാല്യൂബിൾസ് അവരത് കീപ്പ് ചെയ്ത് വെക്കും. അപ്പൊ പേഷ്യന്റിന് ചിലപ്പോ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ പേഷ്യന്റിന്റെ ആരും ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ആരും കൂടിയില്ല. സോ അത് നമ്മൾ എന്ത് ചെയ്യും, കൊടുത്തു വിടാൻ പറ്റുള്ള ആർക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, അഡ്മിഷൻ ഓഫീസർ. അപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിലും അഡ്മിഷൻ ചെയ്യാൻ, അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്മിഷൻ ഓഫീസർ 24 hours വർക്കിംഗ് ആണ്. അവര് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ദാറ്റ് മീൻസ് ലൈക്ക് മെയിൻറ്റെയിനിങ് ദ ബെഡ് ഫോർ ദ പേഷ്യന്റിന് വേണ്ടിയിട്ട് ബെഡ് ഒരുക്കുക, അവരുടെ വാല്യൂബിൾസ്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് സേഫ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അഡ്മിഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിക്കോ. ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. 2 സെന്റൻസ് ഉള്ളൂ, അത് ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ, ഡയറക്റ്റ് അഡ്മിഷൻ. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് അഡ്മിഷനില് പറയുന്നത്, അതായത് ഇപ്പോ നമ്മളുടെ ഒരു പേഷ്യന്റ് ഒരു വാർഡില് അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ വിതിൻ 2 hours, ആ 2 മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ ഓഫീസിൽ എന്ത് ചെയ്യണം, ഈ പേഷ്യന്റിന്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അഡ്മിഷൻ ഉണ്ട്, അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്ന് അറിയാമോ? വാർഡ് മാനേജർക്കാണ്.
ആ വാർഡിനെ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ ചിലപ്പോ ഒരു വാർഡിൽ ഒരു ആളെ അഡ്മിറ്റ് ചെയ്യുന്നു, അപ്പൊ ആ വാർഡിലേക്ക് ആളുകളെ കൊണ്ടുവരും. അപ്പൊ 2 മണിക്കൂറിനുള്ളിൽ ആ ഒരു പേര് ഇന്ന ആളുടെ അഡ്മിറ്റഡ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അഡ്മിഷൻ ഓഫീസിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അവരുടെ രജിസ്റ്ററിനകത്ത് ഇന്ന പേര് പേഷ്യന്റിന് അഡ്മിറ്റഡ് ആണ് എന്നുള്ളത് അവിടെ എഴുതി വെക്കണം. അത് രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? വാർഡിന്റെ മാനേജർക്കാണ്. ഒരു വാർഡിലാവുമ്പോൾ നമുക്കറിയാലോ 5-8 10 ബെഡൊക്കെ ഉണ്ടാവുമല്ലോ ഒരു വാർഡിലൊക്കെ. ചില വാർഡുകളിലൊക്കെ പേ വാർഡുണ്ട്, മറ്റു വാർഡുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വലിയ ഹോള് പോലത്തെ ഇതിനകത്തൊക്കെ ഒരുപാട് ബെഡുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനകത്തൊക്കെ ഓരോ പേഷ്യൻസ് വന്ന് എന്താ പറയാ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പുതിയ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാർഡിലെ മാനേജർ അത് നോക്കണം. ആരൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുണ്ട്, ആരൊക്കെയാണ് പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്, അതൊക്കെ നോക്കി ആ ഒരു കേസ് പേഷ്യന്റ് അഡ്മിറ്റഡ് ആണെന്നുള്ള ഇൻഫർമേഷൻ എവിടെ കൊടുക്കണം? അഡ്മിഷൻ ഓഫീസിൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? വാർഡ് മാനേജർക്കാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. വാർഡ് മാനേജർ ഈസ് ഇൻ ചാർജ്. Ward manager in charge is liable for registering the case in the admissions office within 2 hours of the patient's admissions to the ward. Okay, le? Okay. And the next one is absconded patients. അടുത്തതാണ് absconded patients. അതാണ് absconded patients എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ അതായത് ഓടിപ്പോയവര്, മിസ്സായി പോവുക. ചിലപ്പോഴൊക്കെ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ മിസ്സായി പോകാറുണ്ട്. സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? സിനിമയിലൊക്കെ അല്ലാതെ നമുക്ക് നേരിട്ട് നമുക്ക് അങ്ങനെ ഒരു കേൾവിയില്ല. പക്ഷെ ഇറ്റ്സ് ഹാപ്പനിങ് സംടൈംസ്. അത് ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റൽസിൽ സംഭവിക്കുന്നതാണ്. ചില മിക്കവാറും സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ നോർമൽ അല്ലാത്ത ആളുകളാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും നോർമൽ ആയിട്ടുള്ള മൈൻഡുള്ളവര് ചിലപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ലിക്കേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും കാര്യത്തിന് അഡിക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന പേഷ്യൻസ്, അവർ ചിലപ്പോൾ ഓർമ്മക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇതിനകത്ത് അവർക്ക് അവിടെ ഭയങ്കര ഇതുപോലൊക്കെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ വന്ന് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ അവിടുത്തെ ഫ്രസ്ട്രേഷൻ ഒന്നും അവർക്ക് പറ്റില്ല. അപ്പൊ അവരൊക്കെ അവിടെ ആരും അറിയാണ്ടൊക്കെ ചിലപ്പോൾ ഇതിനൊക്കെ ഇറങ്ങി പോയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ മിസ്സാകുന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ ഇഫ് ദ ഇൻഫർമേഷൻ അബൌട്ട് സം absconded patients, ചിലപ്പോൾ പോയവരാകാം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകോ എങ്ങനെയാവട്ടെ മിസ്സായി പോകുന്ന പേഷ്യൻസ് ഒക്കെ ഇടയിൽ അവരുടെ റെക്കോർഡും പേഷ്യന്റിന്റെ ഫയൽസിൽ ഉണ്ടായിരിക്കുമല്ലോ. പേഷ്യൻസ് ആണ് അവിടുത്തെ, അപ്പൊ തീർച്ചയായിട്ടും അവരുടെ റെക്കോർഡ്സ് ഒക്കെ അവിടെ ഉണ്ട്. സോ ആ പേഷ്യന്റിന്റെ ഫയലിനോടൊപ്പം ഇനി ഒരു കാര്യം കൂടി ചേർക്കേണ്ടി വരും. എന്തുകൂടി ചേർക്കണം? പേഷ്യന്റ് ഹാസ് absconded or ran away. ഇന്ന പേഷ്യന്റ് പോയി. അവർ പോയ ഡേറ്റ്, സമയം കൃത്യമായിട്ട്, പിന്നെ പോകുന്ന സമയത്ത് അവരുടെ ഇട്ടിരുന്ന വേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അത് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അത് പേഷ്യന്റിന്റെ ഫയലിനോടൊപ്പം ചേർക്കണം. പേഷ്യന്റ് ഇന്ന സമയത്ത് ഇന്ന ഡേറ്റില് എന്താ പറയാ പോകുന്ന സമയത്തുള്ള വേഷവും ഒക്കെ പറഞ്ഞുകൊണ്ട് അവര് പേഷ്യന്റിന്റെ ഫയലിനോടൊപ്പം അത് ചേർക്കണം. വാർഡിൽ നിന്നൊക്കെയാണ് അങ്ങനെ മിസ്സായി പോകുക. റൂംസിലൊക്കെ ഉള്ളതൊന്നും പെട്ടെന്ന് അങ്ങനെ മിസ്സാവില്ല. കാരണം അവിടെ കൂടെ കാര്യങ്ങളുണ്ട്. പിന്നെ റൂംസ് ആകുമ്പോൾ കുറച്ചുകൂടി കെയറിങ് കൂടുതലാണ്. മറ്റേതാകുമ്പോൾ കുറെ പേരൊക്കെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾ മിസ്സായി പോയി കഴിഞ്ഞാൽ അറിയില്ല. പേഷ്യൻസിന്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സും കൂടി ആകുമ്പോഴേ പെട്ടെന്നൊക്കെ ആരെങ്കിലും മിസ്സായി അറിയില്ല. പക്ഷെ അതേസമയം ഇത് അറിയാൻ സാധ്യതകൾ കൂടുതലാണ്. എങ്ങനെയാലും എവിടെന്നായാലും മിസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പേഷ്യന്റിന്റെ ഫയലിനോടൊപ്പം ആ ഒരു തീയതിയും സമയവും ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. ആൻഡ് ദ ട്രീറ്റിംഗ് ഫിസിഷ്യൻ ആരാണോ ആ രോഗിയെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, കൈകാര്യം ചെയ്യാൻ മീൻസ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അവര് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ആ ഫിസിഷ്യൻ വേഗം തന്നെ അത് അറിഞ്ഞു കഴിയുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങോരുടെ അതായത് ഡോക്ടറുടെ നോട്ടിലും അതിനകത്ത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് റെക്കോർഡ് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ സൈൻ ചെയ്ത് സൂക്ഷിക്കാം. പേഷ്യന്റ് ഇന്ന സമയത്ത് ഇപ്പൊ എന്താ പറയാ 14-ാം തീയതി ജനുവരി 14-ാം തീയതി 10 മണിക്ക് ഇന്ന പേഷ്യന്റിനെ അപ്പൊ സമയം മുതൽ കാണാനില്ല, ആള് ഇന്ന വാർഡിലായിരുന്നു, ആൾക്ക് ഇന്ന സുഖമായിട്ടാണ് വന്നത്, വട്ടവർ ദ ഡീറ്റെയിൽസ് മേബി. കാരണം ഓൾറെഡി അവിടെ പേഷ്യന്റ് റെക്കോർഡ് ഉണ്ട്, ഇന്ന സുഖമായിട്ട് പറഞ്ഞപ്പോ തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. അതിനോടൊപ്പം ഇതുകൂടി അങ്ങനെ ചേർത്ത് വെക്കാം എപ്പോഴാണ് മിസ്സായത് എന്നുള്ളത്. ആൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ ദിസ് മാറ്റർ ഷുഡ് ബി കൺവേഡ് ടു ദ പോലീസ്. അതിനുശേഷം കൈയ്യോട്ട് നോക്കിയിരിക്കുകയാണോ? പോയി പേഷ്യന്റ് പോട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണോ? നമ്മൾ റെക്കോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ വിവരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ വിവരം പോലീസിൽ അറിയിക്കാം. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളും absconded പേഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹോസ്പിറ്റൽസിന്റെ റെക്കോർഡിൽ വരും. അപ്പൊ നമ്മളിപ്പോ പോലീസിനെ അറിയിക്കുകയാണ്, ഇന്ന സമയത്ത് അത് പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, അതും അവിടെ റെക്കോർഡിലായി. മനസ്സിലായോ? പോലീസിനെ നമ്മുടെ ഫോണിലൂടെയോ ഒക്കെ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട് അവരെ അറിയിച്ചു എന്നുള്ളതും നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്.
ഇന്ന പേഷ്യന്റ് മിസ്സായെന്ന് പറയും നമ്മൾ അറിയിക്കേണ്ടടുത്ത് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അതല്ല നമ്മൾ ഒരു പേഷ്യന്റ് പോയിട്ട് നമ്മളിവിടെ ട്രീറ്റിംഗ് ഫിസിഷ്യൻ വന്നു, ഇന്ന ആള് പോയി ഇന്ന ഡേറ്റിലാ പോയെന്ന് പറഞ്ഞ് ഇവിടെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലെ. വരുന്നത് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന പേഷ്യന്റ് മിസ്സായിട്ട് വൈ ഡിഡ്ന്റ് യു ഇൻഫോം ദിസ് ടു ദ പോലീസ്, എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല എന്നുള്ള ചോദ്യമൊക്കെ ഒരു ഉത്തരം പറയാൻ വേണ്ടി അല്ലെ. അപ്പൊ അത് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കാം. ക്ലിയർ ആയോ? 3 പോയിന്റ് ആബ്സ്കോണ്ടഡ് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടി ഞാൻ എന്താ പറയാ അണ്ടർലൈൻ ചെയ്യുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. എന്തൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഓരോ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ റെക്കോർഡ്സ് ആണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡുകളായിട്ട് പേഷ്യൻസിന് വരുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ ആബ്സ്കോണ്ടഡ് പേഷ്യൻസ്. ക്ലിയർ ആണല്ലോ? 3 പോയിന്റും പഠിച്ചു വെക്കണേ. അടുത്തത് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇനി the patient may discharge themselves from the hospital against the advice of the physician and also get discharged. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ എപ്പോ എങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ വന്ന് 2-3 ദിവസം കഴിഞ്ഞ് ചെയ്തു, രോഗമൊക്കെ എന്താണെന്നൊക്കെ നോക്കി പരിശോധനയൊക്കെ നടത്തി, എന്താ പറയാ ടെസ്റ്റുകളൊക്കെ നടത്തി, മരുന്നുകളൊക്കെ പ്രൊവൈഡ് ചെയ്തു, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പേഷ്യന്റ് ഓക്കെ ആയി. അപ്പൊ നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ ആ ഒരു അഡ്വൈസിൽ തന്നെ ആ ഒരു എന്താ പറയാ ഉപദേശത്തിൽ തന്നെ നമ്മൾ അവിടുന്ന് പോകുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ചാർജ് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഡിസ്ചാർജിന്റെ ഒരു റിപ്പോർട്ടൊക്കെ എഴുതണം, ഡിസ്ചാർജ് സമ്മറി എന്ന് പറയും അതിനെ. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെയും റെക്കോർഡ്സ് വരുന്നുണ്ട്. ഹോസ്പിറ്റൽ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ സിഗ്നേച്ചർ ഓഫ് ദ പേഷ്യന്റ്, അതായത് ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന് അത്രയും ദിവസം കിടന്നു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പോകുകയാണെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡിസ്ചാർജ് സമ്മറി ആയിരിക്കും. അതിനകത്ത് പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൃത്യമായിട്ട് കൂടെ അത്രയും ദിവസമൊക്കെ ഉണ്ടായിരുന്ന റിലേറ്റീവോ ബൈസ്റ്റാൻഡറോ ആരോ ആണെന്ന് വെച്ചാൽ അവരത് കൃത്യമായിട്ട് സൈൻ ചെയ്യണം. സൈൻ ചെയ്ത് വാങ്ങിക്കണം അവരുടെ. അല്ലാതെ നമ്മൾ വിടാൻ പാടില്ല എന്നാണ്. ഡിസ്ചാർജിന്റെ സമയത്തും അതും ഒരു റെക്കോർഡായിട്ട് അവിടെ വരും. ക്ലിയർ ആയോ? ട്രീറ്റിംഗ് ഫിസിഷ്യൻ അത് ഡിസ്ചാർജ് എന്നുള്ള കാര്യം പറയണം. ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം ആ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പേഷ്യന്റിനെ കൊണ്ടോ അയാളുടെ റിലേറ്റീവ്സിനെ കൊണ്ടോ ആരെ കൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സൈൻ ചെയ്ത് വേണം ആ ഫോം വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കാൻ. ക്ലിയർ ആയോ? അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലായോ? Yes. And the next one is declaration by the patient. Declaration by the patient. Patient declare ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ മരണത്തോട് അടുത്ത് കിടക്കുക അല്ലെങ്കിൽ മരിക്കും എന്ന് ഉറപ്പാകുക, അത്തരം പേഷ്യൻസ് ആണ് ഡിക്ലെയർ ആകുക എന്ന് പറയുന്നത്. So some patients may wish to make some statement before their death. അതായത് ചില പേഷ്യൻസ് മരണത്തിന് മുമ്പ് അവരുടെ ചില ആഗ്രഹങ്ങൾ അവര് എന്താ പറയാ ആഗ്രഹങ്ങള് നടത്താൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പണ്ടൊക്കെ അത് ഇങ്ങനെ എഴുതി തയ്യാറാക്കുമ്പോ വിൽപത്രം എഴുതുക എന്നൊക്കെ പറയും നമ്മൾ അല്ലെ. മക്കൾക്കൊക്കെ അവരുടെ അവകാശമൊക്കെ എന്താ പറയാ കൊടുക്കുന്നത്, അവരുടെ പ്രോപ്പർട്ടീസ് ഏത് രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും അവര് വാക്കുകൊണ്ട് പറയും. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. എന്താണ് അവരുടെ വായിന്ന് വരുന്നത്? അത് ചിലപ്പോ അവർക്കത് എന്റെ പ്രോപ്പർട്ടി ഇത്ര കോടി രൂപയുടെ സ്വത്തും വകയും എനിക്കുണ്ട്, അതിൽ 3 ആൾക്ക് ഇത്ര കൊടുക്കണം, ഇതിങ്ങനെ വാഗോണ്ട് പറയുമ്പോ കേട്ടോണ്ട് തലകുലിക്ക് ഇരുന്നാൽ പോരാ. അത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. സംടൈംസ് ദ പേഷ്യൻസ് മേ ഡിക്ലെയർ സംതിങ്. അവർ ഇങ്ങനെയുള്ള ചില ഡിക്ലറേഷൻസ്, ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും. അങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് വെറുതെ ആരുടെയെങ്കിലും മുമ്പിൽ എന്ന് പറയുകയല്ല. അത്തരം ഡിക്ലറേഷൻസ് ഏതെങ്കിലും പേഷ്യൻസ് നടത്താൻ പോകുന്നുണ്ടെങ്കിൽ, അത്തരം സ്റ്റേറ്റ്മെന്റ്സ് എന്തെങ്കിലും പറയാൻ ഒരു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മജിസ്ട്രേറ്റ്. ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിലായിരിക്കണം അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ പാടുള്ളൂ. എന്താ പറയാൻ നമ്മൾ കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം അതിനകത്ത് ചിലപ്പോ ചില വാല്യുബിൾ ആയിട്ടുള്ള കാരണം മാത്രമല്ല, ഇത് ഭാവിയിലേക്ക് മറ്റുള്ളവർക്ക് ബാക്കി ജീവിച്ചു നിൽക്കുന്നവർക്ക് എന്താ പറയാ ചിലപ്പോ ഗുണമോ ദോഷമോ വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കാം ഇതിനകത്ത് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. അത് ഏതെങ്കിലും ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അതൊരു മജിസ്ട്രേറ്റിന്റെ മുമ്പിലായിരിക്കണം അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന പേഷ്യൻസിനെ കുറിച്ച് പറയിപ്പിക്കേണ്ടത്. ആൻഡ് തല്ലി പറയിപ്പിക്കുന്നതല്ല കേട്ടോ, അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കേണ്ടത് മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിലായിരുന്നു. ആൻഡ് ഇഫ് ദ മജിസ്ട്രേറ്റ് ഈസ് ആബ്സെന്റ്,
അതായത് ഇത്തരം ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഒക്കെ ഇങ്ങനെ പോകാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മജിസ്ട്രേറ്റ് അവൈലബിൾ ആകുന്ന നിർബന്ധമില്ല, അവരെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ 3 ആളുകളുടെ പ്രസൻസിലാണ്, ഒരാളല്ല 3 ആൾക്കാർ വേണം. ഇയാളാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ മതി, മജിസ്ട്രേറ്റ് മാത്രം മതി. ആർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ മജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റ് ഇല്ല, കിട്ടാൻ അവൈലബിൾ അല്ല എങ്കിൽ മാത്രം ഈ 3 പേരും കൂടി ചേർന്നിട്ട് മുമ്പിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ എഴുതി വാങ്ങിക്കുന്നത്. അതാരൊക്കെയാണ്? ആ ട്രീറ്റ് ചെയ്ത, ആ രോഗിയെ പരിശോധിച്ചുകൊണ്ടിരുന്ന, അത്രയും ദിവസം പരിശോധിച്ചുകൊണ്ടിരുന്ന ഫിസിഷ്യൻ, പിന്നെ ഒരു നഴ്സും, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും, അതായത് നമ്മള്. ഓക്കെ, ഇവരുടെ മുമ്പിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ എഴുതി വാങ്ങിക്കേണ്ടത്, അല്ലെങ്കിൽ പറയുമ്പോൾ അത് എഴുതിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും ഇപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ ആളുടെ റെപ്രസെന്റേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണ്. അപ്പൊ ഈ 3 പേര് വേണം മജിസ്ട്രേറ്റിന്റെ അഭാവത്തിൽ. ക്ലിയർ ആയോ? ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് മനസ്സിലായോ? യെസ്. സോ അത് മൊത്തത്തിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ് എന്നുള്ള ആ ഒരു പാരഗ്രാഫ് ഫുള്ള് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, കഴിഞ്ഞല്ലോ. വായിച്ചു നോക്കിയില്ലേ? എളുപ്പല്ലേ പഠിക്കാനെന്നൊക്കെ? എളുപ്പല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാനും ആഗ്രഹമുള്ളത് കൊണ്ടേ പഠിക്കാനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും, ഇങ്ങനത്തെ കാര്യമൊക്കെ അല്ലേ? ഇങ്ങനത്തെ മെഡിക്കൽ റെക്കോർഡൊക്കെ നമ്മളെ എവിടെയൊക്കെ ഹോസ്പിറ്റൽസിൽ പോയി ഇപ്പോഴും അവിടെ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ ഇരിപ്പുണ്ടാവും. മനസ്സിലായോ? നമ്മളിങ്ങോട്ട് പോയി കഴിയുമ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അത് വേസ്റ്റ് ബിന്നിൽ ഇടുന്നില്ല. ആ റെക്കോർഡ്സ് ഒക്കെ അവിടെ തന്നെ കുറെ കാലത്തേക്ക് ഇരിക്കും. അപ്പൊ ചില ഇതൊക്കെ പിന്നീട് പല അന്വേഷണത്തിന്റെ ഭാഗമായി വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഇതുപോലുള്ള ഡിക്ലറേഷൻസ് ഏതെങ്കിലും പേഷ്യൻസ് ഒക്കെ മരിക്കാൻ കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പറഞ്ഞ കാര്യമൊക്കെ അവർ നോട്ട് ഡൗൺ ചെയ്യുന്നു, അവരത് കൃത്യമായിട്ട് എഴുതുന്നു. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? പണ്ടൊക്കെ വിൽ എഴുതുക എന്ന് പറയുന്നതിനെ വിൽ ദാറ്റ് മീൻസ് ഹിസ് വിൽ. തന്റെ കാര്യങ്ങളൊക്കെ ആരോടാണോ ഷെയർ ചെയ്യാൻ, പുള്ളിയുടെ ആഗ്രഹമാണത്. ഇന്ന കാര്യം എനിക്ക് ഇത്ര പ്രോപ്പർട്ടി ഉണ്ട്, അത് മൂത്ത ആൾക്ക് ഇത്ര കൊടുക്കുന്നു, ഇളയ ആൾക്ക് ഇത്ര കൊടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കുന്നു, അങ്ങനെ ബില്ലൊക്കെ എഴുതി വെക്കും. അപ്പൊ ഇത് മജിസ്ട്രേറ്റ് കൃത്യമായിട്ട് എഴുതും. മജിസ്ട്രേറ്റ് ആണ് അത് എന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ആ ബന്ധപ്പെട്ട ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്ന ഈ ബില്ലില് ആരുടെയൊക്കെ പേര് മെൻഷൻ ചെയ്ത് പറയേണ്ട ഒറ്റത്തെ നീക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനായിട്ട് പുള്ളി ഉദ്ദേശിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അപ്പൊ തന്നെ മരിച്ചു പോകും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു എഴുതിയ റെക്കോർഡ്സിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, അടുത്തത് കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി മെഡിക്കൽ റെക്കോർഡുകളെല്ലാം കംപ്ലീറ്റ് ആക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഫിസിഷ്യൻസ്, ദാറ്റ് മീൻസ് ദ ഡോക്ടർ ഹു ഈസ് ട്രീറ്റിംഗ് ദ പേഷ്യന്റ്. ഇപ്പൊ ഓരോ പേഷ്യൻസിനെയൊക്കെ നോക്കുന്ന ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവര് എല്ലാ പേഷ്യൻസിനെ, ഇപ്പൊ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ ഇത്ര പേഷ്യൻസിനെയൊക്കെ നോക്കുന്നു. ഔട്ട് പേഷ്യൻസിനെ ഇൻപേഷ്യൻസ് ആക്കുന്നവരുണ്ട്. അപ്പൊ ഇൻപേഷ്യന്റ് ആക്കുന്നവരുടെ ആ ഒരു റെക്കോർഡ്സ് ഒക്കെ എപ്പൊ കംപ്ലീറ്റ് ചെയ്യണമെന്ന് അറിയാമോ? ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്. ആ പേഷ്യന്റ് അവിടെ നിന്ന് എന്താ പറയാ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു റെക്കോർഡും ഇൻകംപ്ലീറ്റ് ആവാൻ പാടില്ല. പേഷ്യന്റിന്റെ ഇന്ന ഭാഗത്ത് ലാബില് ഓക്കെ ടെസ്റ്റ് ഒക്കെ നടത്തി റിപ്പോർട്ട്സ് ഒക്കെ ഓക്കെയാണ്, ഫൈനലൈസ് ചെയ്തു, അതൊക്കെ അതിന്റെ ബേസിസിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു, അല്ലെങ്കിൽ അയാളുടെ ബില്ല് മറ്റു കാര്യങ്ങൾ അവിടെയും ഓക്കെയാണ്, ഫാർമസിന്ന് ബന്ധപ്പെട്ടത്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എവറിത്തിങ് ഹാസ് ടു ബി കംപ്ലീറ്റഡ് റിലേറ്റീവ് ടു ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്. പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡ്സും കംപ്ലീറ്റ് ആയിരിക്കണം. മനസ്സിലായോ? നമ്മുടെ പോയിന്റ് അത് ഫിസിഷ്യന്റെ ഡ്യൂട്ടിയാണ്. ഫിസിഷ്യൻ അതൊക്കെ ചെക്ക് ചെയ്യണം, എല്ലാവർക്കും എല്ലാം കാര്യവും ഓക്കെ ആണെന്ന്. ഇനി അതല്ല എങ്കിൽ, അങ്ങനെയല്ല കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നറിയാമോ? അവര് ഈ പറയുന്ന ഡിസ്ചാർജ് ചെയ്ത റെക്കോർഡ്സ് എവിടെയാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ അവിടെ നിന്നൊക്കെ ശേഖരിച്ച് അത് കൃത്യമായിട്ട് കംപ്ലീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ആര്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. എവിടെയൊക്കെയാണോ ഓരോ റെക്കോർഡുകൾ ഉള്ളത് അതൊക്കെ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് അതൊക്കെ ശേഖരിച്ച് അതിന്റെ എല്ലാ പേഷ്യൻസിന്റെ ഒക്കെ എല്ലാ ഇൻഫർമേഷൻസും ഒന്നാക്കി വെച്ച് അതെല്ലാം കംപ്ലീറ്റഡ് ആണോ എന്നുള്ളത് പരിശോധിച്ച് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ.
അപ്പോഴാണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഡിസ്ചാർജിന്റെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പേഷ്യന്റിനെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി പേഷ്യന്റിന്റെ റെക്കോർഡ്സ് മസ്റ്റ് നോട്ട് കീപ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. ഒരു പേഷ്യന്റിന്റെയും റെക്കോർഡുകൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമല്ലാതെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു 10-30 ദിവസത്തിൽ കൂടുതൽ ഇടാൻ പാടില്ല. 30 days ആണ് ഇൻകംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തോളണം എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരു മാസം കാലാവധി ഉണ്ട് പേഷ്യന്റ് റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനുള്ളിൽ എന്തായാലും തീർത്തോണം. അതിന് കൂടുതൽ അതിനപ്പുറം ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ്സും ഇൻകംപ്ലീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായോ? അതില് ആ 3ാമത്തെ സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യണം. 3ാമത്തെ സെന്റൻസ് മാത്രം. ഒന്ന് വായിച്ചു നോക്കിയേ. എങ്ങനെ അടുത്ത പറഞ്ഞോട്ടെ? കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അടുത്തത് നമ്മളിപ്പോ മെഡിക്കൽ റെക്കോർഡ്സ് ഇങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് ഇഫ് വി ഹാവ് ടു ഗെറ്റ് ഓർ കളക്ട് സം ഇൻഫർമേഷൻ റിഗാർഡിംഗ് എ പേഷ്യന്റ്, ഇപ്പൊ ചില പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് പിന്നീട് ഇപ്പോഴല്ല റെക്കോർഡൊക്കെ ഇങ്ങനെ കുറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ പരമായിട്ട് നിയമപരമായിട്ട് എന്തെങ്കിലും ആൾക്കാരെ അന്വേഷണത്തിനൊക്കെ വന്നപ്പോ നമ്മുടെ ഈ പേഷ്യൻസിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന്റെ കാര്യം ചോദിച്ചൊക്കെ വന്നേക്കാണ്. അപ്പൊ ഇവരുടെ റെക്കോർഡ്സ് നമുക്ക് എടുക്കണം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ റെക്കോർഡൊക്കെ എന്ത് ചെയ്യും? കോഡിംഗ്, മെഡിക്കൽ കോഡിംഗ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മള് പഠിച്ചിട്ടില്ല, കേട്ടറിയാം. പഠിച്ചെന്നല്ല, കേട്ടറിയാം മെഡിക്കൽ കോഡിംഗ് എന്ന്. അതായത് മെഡിക്കൽ ഹോസ്പിറ്റൽസിലെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കോഡ് ചെയ്യുക. അവിടുത്തെ റെക്കോർഡ്സ് കോഡ് ചെയ്യുക, ഹോസ്പിറ്റലിലെ എന്താ പറയുക മെഡിസിൻസ് കോഡ് ചെയ്യുക, എല്ലാത്തിനും കോഡ് ഉണ്ട്. അപ്പൊ നമ്മള് ഒരു എന്താ പറയാ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുകയാണ്, ഒരു തുണിക്കടയിൽ നമ്മൾ പോകുകയാണെ, ആ തുണിക്കടയിൽ ചില ഐറ്റംസ് ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊന്നും വില കാണില്ല. ആ വില ഇല്ല അതിന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഐറ്റമിന് അവർ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു ബാർകോഡ് കാണാമല്ലോ, ഒരു സ്റ്റിക്കറുമായി. ആ ബാർകോഡ്, ആ കോഡിൽ ഒരു അവരുടെ എന്താ പറയാ കോഡുകൾ അവര് എവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും? അവരുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഐറ്റമിന് ഇന്നത് കോഡ്, ആ കോഡിൽ വല്ല സാധനത്തിന് ഇന്ന വില. അപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകും പല സാധനങ്ങളും വാങ്ങിക്കാനായിട്ട്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ അവർ ബാർകോഡ് റീഡ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി അത് അവിടെ വരും. ആ ബാർകോഡുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റം ഏതാണെന്ന് അവിടെ വരും. അതിൽ അവർ എൻ്റർ അടിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ വില അതിനകത്ത് ആഡ് ചെയ്യപ്പെടും. ചിലതിന് ബാർകോഡ് ഉണ്ടാവില്ല, അപ്പൊ അവരിങ്ങനെ അടിച്ചു കൊടുക്കും, ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ബാർകോഡ്, ആ ബാർകോഡുമായി ബന്ധപ്പെട്ട ഐറ്റം അവിടെ കൃത്യമായിട്ട് അവരുടെ സ്ക്രീനിൽ വരും. അപ്പൊ അത് എൻ്റർ അടിക്കും, അപ്പൊ അത് അവിടെ ആഡ് ചെയ്യപ്പെടും. അങ്ങനെയാണ് കോഡിങ്. അപ്പൊ ഇത് കുറച്ചുകൂടി ഈസി ആക്കാനാണ്. എന്ന് വെച്ചാൽ നമുക്ക് പല ഡാറ്റാസും പിന്നീട് എന്താ പറയാ ഇതുപോലെ എല്ലാത്തിന്റെയും ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നിട്ട് ഇതിന്റെ സാധനത്തിന്റെ പേര് പറയുന്നു, ആ ഡ്രസ്സിന്റെ പേര് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ, ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവരെയൊക്കെ എളുപ്പത്തിൽ പറഞ്ഞുവിടാൻ പറ്റില്ല. അതിന്റെ കൗണ്ടറിൽ ഒരുപാട് ഇത് തിരക്കും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആക്കാനാണ് ഈ കോഡിംഗ് സിസ്റ്റം എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. സോ സിമിലർലി ഹോസ്പിറ്റൽസും അവരുടെ റെക്കോർഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? കോഡ് ചെയ്താണ് സൂക്ഷിക്കുക. അതാണ് മെഡിക്കൽ റെക്കോർഡുകളുടെ കോഡിംഗ് ആണ്. All the inpatients and outpatients records are to be coded according to the international classification of disease and operations. അതായത് ഹോസ്പിറ്റൽസിലെ ഒരു ഇന്റർനാഷണൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ രീതിയാണ് എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും. ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യണം? കോഡ് ചെയ്യപ്പെടണം എന്നുള്ളത് കേട്ടോ. അപ്പൊ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡയഗ്നോസിസ്, നമ്മുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ സർവീസസ്, പിന്നെ എന്താ പറയാ അവിടുത്തെ എക്യുപ്മെന്റുകൾ, എവറിത്തിങ് അതെല്ലാം തന്നെ
മെഡിക്കൽ ആൽഫ ന്യൂമറിക് കോഡ്സ് ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. ആൽഫ ന്യൂമറിക് കോഡുകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാ? ആൽഫ ന്യൂമറിക്, ദാറ്റ് മീൻസ് വിച്ച് ഇൻക്ലൂഡ്സ് ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്, രണ്ടും കൂടി ചേർത്തിട്ടുള്ളത്. ആൽഫബറ്റ് നമ്പർ. ഇപ്പൊ B2 എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണ്, 2 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. അങ്ങനെയുള്ള കോഡുകൾ B02 അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആൽഫ ന്യൂമറിക് കോഡുകൾ ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റൽസിലെ ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും ഹെൽത്ത് കെയറും എന്താ പറയാ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും അങ്ങനെ എക്യുപ്മെന്റുകളും എല്ലാത്തിനെയും കോഡ് ചെയ്താണ് സൂക്ഷിക്കണം എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഇത് പ്രകാരം ചെയ്യണം എന്നാണ്. ഇൻപേഷ്യൻസിന്റെ ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസിന്റെ ആയിക്കോട്ടെ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടെ. അതിൽ നിന്ന് ചിലപ്പോ എന്ത് തരം കോഡാണ് ഉപയോഗിക്കാമെന്ന് ചോദിക്കാം. ആൽഫാന്യൂമറിക് കോഡ്സ്. പിന്നെ എല്ലാ ഔട്ട് പേഷ്യൻസും ഇൻപേഷ്യൻസിനും കോഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണെന്നുള്ള കാര്യമൊക്കെ ചിലപ്പോ പരീക്ഷയ്ക്ക് ഉള്ളിൽ നിന്ന് 2 ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് 2 അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോട്ടെ അടുത്തത്. യെസ്. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം മിസ്സിംഗ് റെക്കോർഡ്സ്. ഇനി റെക്കോർഡ് മിസ്സാവുന്നത്, നേരത്തെ നമ്മൾ മിസ്സിംഗ് പേഷ്യൻസ് പറഞ്ഞു, ആബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞു. എന്റെ മറ്റൊരു പേരാണ് മിസ്സിംഗ് പേഷ്യൻസ്, അത്രേ ഉള്ളൂ. ഇവിടെ മിസ്സിംഗ് റെക്കോർഡാണ്. റെക്കോർഡുകൾ മിസ്സാവുക. നമ്മൾ പറഞ്ഞു ഈച്ച് ആൻഡ് എവറി സ്ഥലത്ത് ഒരു ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകൾ പല പല സ്ഥലങ്ങളിലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യന്മാരല്ലേ ഇതൊക്കെ ചെയ്യുന്നേ, അല്ലെ? മനുഷ്യന്മാർക്കാണ് അബദ്ധങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും. നേരത്തെ ക്ലാസ്സിൽ വന്നപ്പോ തന്നെ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് അബദ്ധമൊക്കെ പറ്റും. അതുകൊണ്ടാണ് ക്ലാസ്സിൽ കയറി വരുമ്പോൾ തന്നെ ഇന്ന ചാപ്റ്റർ അല്ലേ കൊച്ചുങ്ങളെ എന്ന് ചോദിക്കുന്നത്, ഇന്ന ചാപ്റ്റർ ഇന്ന സ്ഥലത്തല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചിലപ്പോ ഈ എടുക്കുന്ന ടോപ്പിക് ആയിരിക്കില്ല വേറെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ചിലപ്പോഴൊക്കെ ബ്ലാങ്ക് ആയി പോകും, ഏത് ക്ലാസ്സിലാ എന്നൊക്കെ ഉള്ളത്. കാരണം നിങ്ങളെ കാണുന്നില്ലല്ലോ. അപ്പൊ ചിലപ്പോ ഇതൊക്കെ പെട്ടെന്ന് അങ്ങനെ മറക്കാതിരിക്കാനുള്ള ഒരു ചാൻസ് എന്താണെന്നറിയോ? അപ്പൊ നമ്മള് ഇങ്ങനെ ഫേസ് ടു ഫേസ് കാണുകയാണെങ്കിൽ ഇന്ന ക്ലാസ്സിൽ അതാ കുട്ടികളുടെ ക്ലാസ്സാ, അവിടെ ഇതാ പഠിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെ ഓർമ്മ തരും. പക്ഷെ ഇതുകൊണ്ട് നമ്മള് പരസ്പരം ഫേസ് ടു ഫേസ് കാണുന്നില്ല, നിങ്ങൾ മാത്രമേ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ചിലപ്പോ മാറിപ്പോകും, ഇന്ന ക്ലാസ്സിൽ ഇന്നതല്ലേ എടുത്തേ എന്നൊക്കെ. അങ്ങനെ വന്നിട്ടില്ലേ? ഒരു ദിവസം ഞാൻ ഇവിടെ അല്ലേ വന്നേ, ഏതോ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ വന്നോ? ഇത് ചാപ്റ്റർ മാറിപ്പോയൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോ പറയുമ്പോഴാണ് ഓ അത് ആ ക്ലാസ്സിലായിരുന്നു, ഈ ക്ലാസ്സിൽ വേറെയാണ്. ഇല്ലേ? അങ്ങനെ വന്നിട്ടില്ല അല്ലേ? അപ്പൊ H20 ബാച്ചിലാണ് തോന്നുന്നത്. അവിടെ കയറിയിട്ട് നിങ്ങളുടെ ടോപ്പിക് എടുക്കാൻ വേണ്ടി കയറി ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ അവര് അന്തം വിട്ട്. കാരണം എടുക്കാൻ പോകുന്ന ടോപ്പിക് ടീച്ചർ എടുത്തു വെച്ചേക്കണതിന്റെ ബാക്കി എവിടെ അവർക്കറിയാലോ. നമുക്ക് ആണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഇതായിപ്പോയത്. അപ്പൊ പിന്നെ വേഗം അപ്പോൾ തന്നെ അവരുടെ പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എടുത്തു. ഓക്കെ. അപ്പൊ അതൊക്കെ. അപ്പൊ ഇവിടെയും പല രീതിയിലും ഇതുപോലെ പെർഫെക്റ്റ് എത്ര നമ്മൾ പെർഫെക്റ്റ്നെസ് കീപ്പ് ചെയ്യണമെന്ന് വെച്ചാലും ചിലപ്പോഴൊക്കെ ചില അബദ്ധങ്ങൾ ഒക്കെ സംഭവിക്കാറുണ്ട്. സം പെർസെന്റേജ് ഓഫ് ഫയൽസ് മേ ബി മിസ്സിംഗ്. അതായത് ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റൽസിൽ ഇതുപോലെയുള്ള പല റെക്കോർഡ്സും ഫയലുകളൊക്കെ ചിലപ്പോൾ മിസ്സാകും. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ചു എന്ന് വിചാരിക്കും, പക്ഷെ ചിലപ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെ ഇരിക്കൽ വെച്ചേക്കാം. നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ, നമ്മൾ എന്തെങ്കിലും സാധനം എടുത്തിട്ട് ചിലപ്പോ എന്തെങ്കിലും അപ്പോഴേക്കും വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്നപ്പോ അത് ആ കിട്ടുന്ന സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ മറ്റേ കാര്യത്തിന് വേണ്ടി പോകും. പിന്നെ ചിലപ്പോ ആ ഭാഗത്തോട്ട് അടുത്ത ദിവസങ്ങളിലോ അടുത്ത സമയങ്ങളോ ഒന്നും ചിലപ്പോൾ ചെന്നിട്ടാവില്ല. പിന്നെ കുറച്ച് ദിവസം ഞാനത് അന്ന് അവിടെ വെച്ചേ, ഞാൻ ഇവിടെയാണ് വെച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സാധനം അതന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ റെക്കോർഡ്സ് ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് മിസ്സാകാം. അതിന്റെ സ്ഥലത്ത് വെച്ചു എന്നൊക്കെ നമ്മൾ ആലോചിക്കാം. അങ്ങനെയൊക്കെ മിസ്സാകുന്ന ഫയൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോ ഇനി ഈ മിസ്സാകുന്ന ഫയലുകൾ പല രീതിയിലുമാണ്. ചിലപ്പോൾ നമ്മൾ വെച്ചത് എവിടെയാന്ന് നമ്മൾ ഓർക്കാത്തത് കൊണ്ട്, പിന്നെ അത് ശരിയായ സ്ഥലത്ത് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഫയൽ ചെയ്യാത്തത് കൊണ്ട്,
ഇന്ന സ്ഥലം ഇന്ന ഫയല് അല്ല റെക്കോർഡ് ഇന്ന ഫയലിലാണ് വെക്കേണ്ടതെന്ന്, പക്ഷെ കൊണ്ടുപോയി തെറ്റായ ഫയലിൽ കൊണ്ടുപോയി വെക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായ സ്ഥലത്ത് വെക്കാതിരിക്കുക, അല്ലെ? ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഫയലൊക്കെ നമുക്ക് ചിലപ്പോൾ മിസ്സായി പോകുന്നത്. അല്ലാണ്ട് ആരും എടുത്തോണ്ടൊന്നും പോകുന്നതായിരിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരം സർക്കംസ്റ്റാൻസസിൽ എന്ത് ചെയ്യണം? അങ്ങനെ വരുമ്പോ അപ്പൊ പേഷ്യൻസിന് നമുക്കറിയാം ഫോർ പ്രൊവൈഡിങ് ഫർദർ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് തീർച്ചയായിട്ടും അവിടെ വേണം. അത് ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസിന്റെ ആയിക്കോട്ടെ. പേഷ്യന്റിന്റെ റെക്കോർഡ് ഇല്ലാണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? റെക്കോർഡ്സ് കാണാനില്ലല്ലോ, ഫയൽ കാണാനില്ല, എവിടെ വെച്ചത് ഓർമ്മയില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്. ഇൻ സച്ച് കേസസ് the MRO മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ഹാവ് ടു എന്ത് ചെയ്യണം? അവര് അത്തരം സാഹചര്യങ്ങളിൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കുക, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക. ആ പേഷ്യന്റിന് താൽക്കാലികമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്, കാരണം ആളെ ട്രീറ്റ് ചെയ്യണം, അതിന് മെഡിക്കൽ റെക്കോർഡ് വേണം, പക്ഷെ അത് കാണാനില്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റെക്കോർഡ് ഇല്ല അതിനകത്ത്. അപ്പൊ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? വിത്ത് സിമിലർ ID, ആ അതേ ID വെച്ചിട്ട് തന്നെ സിമിലർ നമ്പർ അതിനെ ഉപയോഗിച്ച് ആൾക്ക് വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഹാവ് ടു ബി പ്രിപ്പയർഡ്. അത് MRO തയ്യാറാക്കണം. ആര്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യണം? അത് പോയത് പോട്ടെ എന്ന് വെച്ചാണോ? അല്ല, അത് പിന്നീട് എപ്പോഴായാലും കണ്ടുപിടിക്കണം. കാരണം അത് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീനെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. ആൻഡ് ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഒറിജിനൽ വൺ. അതിന്റെ ഒറിജിനൽ എവിടെന്നെങ്കിലൊക്കെ എന്തായാലും അത് കണ്ടെടുക്കുക എന്നുള്ളതാണ്. MRO നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒരിക്കലും അത് ഫയൽ ചെയ്ത് ചെയ്യാനുള്ളത് പാടുള്ളതല്ല. ആ മെഡിക്കൽ റെക്കോർഡ്സ് മറ്റേത് എവിടാന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒറിജിനൽ കണ്ടുപിടിച്ചതിന് ശേഷം ആ റെക്കോർഡാണ് ഹാവ് ടു ബി ഫയൽഡ്. അത് ഫയൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? മിസ്സാകുന്നതിന്റെ കാരണങ്ങൾ, അങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ MRO എന്ത് ചെയ്യണം? അത്തരം ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ നമുക്ക് മെയിൻ പാർട്ട് ഓഫ് ദ പേഷ്യന്റ് ഫയൽ അല്ല, അത് റെക്കോർഡിൽ വെക്കാൻ പാടില്ല. അത് റെക്കോർഡിലും ഫയലൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അതിന്റെ ഒറിജിനൽ തന്നെ കണ്ടെത്തണം. ഇത്തരം 3-4 കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണേ. ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലോ. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. അതില് നാലാമത്തെ പോയിന്റും 5ാമത്തെ പോയിന്റും ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് കേട്ടോ. 4ഉം 5ഉം ലാസ്റ്റത്തെ 2 പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, യെസ്, പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് നമ്മൾ അടുത്ത ദിവസം എടുക്കാം. എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ എടുത്തു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് വെറുക്കും അല്ലെ? എന്നോടുള്ള ഒരു ചെറിയ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇതെന്തോരം ടീച്ചറിൽ വാരി വലിച്ചു കൂട്ടണേന്ന്. ഓക്കെ, മൾട്ടിപ്പിൾ
റെക്കോർഡ്സ് ഉള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. പോകുന്നില്ല, പക്ഷെ എനിക്ക് എന്താ പറയാ നമ്മളുടെ ടോപ്പിക്കുകളൊക്കെ തേർഡ് മൊഡ്യൂൾ എല്ലാവരെയും തീർന്നോ? ടീച്ചേഴ്സിന്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ചാപ്റ്ററുകളും മിസ്സായി പോകാം. അത് നമ്മളുടെ നമ്മുടെ എന്താ പറയാ ടൈം ഡ്യൂറേഷൻ തീരാൻ പോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചില നമ്മൾ ക്ലിയർ ചെയ്യണം. തേർഡ് മൊഡ്യൂൾ ടീച്ചേഴ്സിന്റെ ഒക്കെ തീർന്നോ? തേർഡ് മൊഡ്യൂള് തീർന്നാ പറയൂ ആരെങ്കിലും? തീർന്നിട്ടില്ല. തേർഡ് മൊഡ്യൂളില് ഈ പറഞ്ഞ ഏതൊക്കെ ചാപ്റ്റർ എടുത്തു എന്ന് പറഞ്ഞേ. സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല, പറയൂ. ഡിസ്ചാർജ് പ്രോസസ് തീർന്നോ? പറയൂ, എനിക്കൊന്ന് കൺഫേം ചെയ്യാനാ. ഏതെങ്കിലും ചാപ്റ്റർ മിസ്സായി പോയി കഴിഞ്ഞാല് പിന്നീട് പറയാൻ പറ്റില്ല. ഈ തേർഡ് മൊഡ്യൂളിൽ 11 മാത്രം എടുക്കാനുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ ടീച്ചർമാർ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. 11 മാത്രം ഒട്ടും എടുക്കാത്തതുണ്ട് അല്ലെ? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ്, അത് മാത്രമല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും തീർന്നതും ഇപ്പൊ ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നതും. റൈറ്റ്, ശരിയല്ലേ? കൺഫേം ചെയ്യുക. അതാണ്. ഓക്കെ, 11ാമത്തെ ചാപ്റ്റർ ആണ് തീരെ എടുക്കാത്തത്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും തീർന്നതും ഇപ്പൊ ടീച്ചേഴ്സിന്റെ കയ്യിലുള്ളതും. റൈറ്റ്, അതാണല്ലോ. ഇനി 4th ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ 4th മൊഡ്യൂളിലേക്ക് ടീച്ചർമാർ ആരെങ്കിലും കയറിയോ? ഏതെങ്കിലും ടീച്ചർ 4th മൊഡ്യൂൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? അതാരാ? അത് എത്രാമത്തെ ചാപ്റ്റർ? എത്ര എടുത്തു? അല്ലെങ്കിൽ ഇടയ്ക്ക് ചോദിക്കുന്നത് എനിക്ക് കൺഫേം ചെയ്യാം. ആംബിൾ റോസ് മിസ്സിന്റെ 2 തീർന്നോ? 2ാമത്തെ തീർന്നു എന്നാണോ? യെസ്, 2 തീർന്നു. 7ഉം 9ഉം തീർന്നു. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.